ഹലോ, നമസ്കാരം. നമുക്ക് സൈക്കോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ അറ്റൻഷൻ, പെർസെപ്ഷൻ, സെൻസേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ലേണിങ്ങിലേക്കാണ് പോകുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം അല്ലേ എന്താണ് ലേണിംഗ് എന്ന്. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം ലേണിംഗ് ആണ് അല്ലേ. ഇപ്പോൾ ചെയ്യുന്ന ഈ യൂട്യൂബ് ലെക്ചർ നമ്മൾ കണ്ടാൽ അതും ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്, റൈറ്റ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്, എങ്ങനെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ലേണിങ്ങിനൊരു ഡെഫിനിഷൻ കൊടുക്കണം അല്ലേ. ഏത് കോൺസെപ്റ്റാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടാകണമെങ്കിൽ ആദ്യമേ അതിനെ ഡിഫൈൻ ചെയ്യണം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ലേണിംഗ് എന്താണെന്ന് ഒരു ലേമൻ ലാംഗ്വേജിലും അതോടൊപ്പം തന്നെ ഓരോ ഡെഫിനിഷനുകളും നമുക്കൊന്ന് കണ്ടുപോകാം ആസ് ആൻ ഇനീഷ്യൽ പാർട്ട്. അപ്പോൾ ലേണിങ്ങിന് ഒരു ക്രൂഷ്യൽ റോളുണ്ട് നമ്മളെ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വലിൽ. ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ അതിനൊരു ക്രൂഷ്യൽ റോളുണ്ട് ലേണിങ്ങിൽ. കാരണം നമ്മൾ പറഞ്ഞു ജെനറ്റിക്സ് പ്ലസ് വാട്ട് വി ലേൺഡ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? ഇതിനു മുമ്പ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വിച്ച് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് അല്ലേ. അത് ഒരു വ്യക്തി ജനിച്ച് വീഴുമ്പോൾ മുതൽ എന്നാണോ അയാളുടെ ഡെത്ത് അന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അത് എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും? നമ്മളുടെ ബിഹേവിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എൻറ്റയർലി നമ്മളുടെ ഡെവലപ്മെൻറ്റിലേക്കും നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും എല്ലാം സ്വാധീനിക്കാൻ സാധ്യതയുള്ള അല്ലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ഇൻവോൾവ്സ് ബിഹേവിയറൽ ചേഞ്ച് വിച്ച് ക്യാൻ ബി ബെറ്റർ ഓർ വേഴ്സ് അല്ല വിച്ച് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ലേണിങ്ങിലൂടെ നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്ത് ചേഞ്ചസ്? ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു, ശരിയല്ലേ? ആ ബിഹേവിയർ ചേഞ്ചിൽ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം അല്ലേ. ആ ബിഹേവിയർ ചേഞ്ചിനനുസരിച്ച് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ലേണിങ്ങിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ക്ലിയർ ആയോ? അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണിംഗ് പ്രോസസ്സിൽ അത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. മനസ്സിലായോ? അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നെഗറ്റീവ് ലേണിംഗ് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള വെൽക്കമിങ് ആയിട്ടുള്ള വാം ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പോസിറ്റീവ് അല്ല ഒരു പ്ലഷറബിൾ ലേണിങ്ങിനും അവിടെ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയി? അതാണ് ഇവിടെ ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചേഞ്ച് റിസൾട്ടിങ് ഫ്രം മച്യൂരിറ്റി ഓർ ഗ്രോത്ത് കൻ നോട്ട് ബി കൺസിഡേർഡ് ആസ് ലേണിംഗ്. ഇവിടെ എന്താണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതിനാദ്യമേ നമ്മൾ പറഞ്ഞത് മച്യൂരിറ്റിയിലോ ഗ്രോത്തിലോ ഉണ്ടാകുന്ന അതിനനുസരിച്ചിട്ടുണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് ലേണിംഗ് ആയിട്ട് കാണാൻ പറ്റില്ല. പകരം ബിഹേവിയറൽ ചേഞ്ച് ഷുഡ് ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മളുടെ പ്രാക്ടീസ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും നമ്മളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ മച്യൂരിറ്റി, നമ്മൾ മച്യൂർ ആകുമ്പോൾ നമുക്ക് ലേൺ ചെയ്യും അല്ലേ, കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യും അല്ലെ. ഗ്രോത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ റിസൾട്ടിങ് ഫ്രം മച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് കനോട്ട് ബി കൺസിഡർഡ് ആസ് ലേണിംഗ്. മനസ്സിലായോ? അപ്പം നമുക്ക് മച്യൂർ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കൽ പവർ അത് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഈ മെൻ്റലി നമ്മൾ മച്യൂറായി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി അതൊന്നും നമുക്ക് ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമ്മളുടെ ബിഹേവിയറൽ ചേഞ്ച് നമ്മളുടെ പ്രാക്ടീസ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് കിട്ടുന്ന എല്ലാ ബിഹേവിയറൽ ചേഞ്ചുകളെയും നമുക്ക് ലേണിംഗ് എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറയുന്നു, ബിഹേവിയറൽ ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനൻറ്റ് ആൻഡ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇനഫ്. അത് റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. ഇന്ന് നമ്മളൊരു കാര്യം കണ്ടു, അതിനനുസരിച്ച് നമ്മളുടെ ബിഹേവിയർ അഡാപ്റ്റ് ചെയ്തു, വീണ്ടും സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പം വീണ്ടും അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ടേക്ക് പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇനി അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ അതിന് ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിയർ ആയോ? ഒന്നും കൂടി ക്ലിയർ ആക്കി പറയാം. ഇത് റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിരിക്കണം. ഇതിനനുസരിച്ചുണ്ടാകുന്ന നമ്മളുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ചേഞ്ച്, ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിരിക്കണം. പെർമനൻ്റ് അല്ലെങ്കിൽ അതിന് ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ദെൻ ഓരോ ഡെഫിനിഷനുകളാണ് പറയുന്നത്. ഓരോ ഡെഫിനിഷനിലും ഒന്നാമത്തെ ഡെഫിനിഷനിൽ ഗെയിൽസ് പറയുന്നു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ വിച്ച് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ട്രെയിനിങ്. അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടോ ട്രെയിനിങ്ങുകൾ കൊണ്ടോ നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസിനെയാണ് ലേണിംഗ് എന്നാണ് ഗെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡെഫിനിഷനിൽ പറയുന്നത് ദ പ്രോസസ് ഓഫ് അക്വിസിഷൻ ഓഫ് നോളജ്, ഹാബിറ്റ്സ് ആൻഡ് ലാംഗ്വേജ്. നമ്മളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളുടെ നോളജ്, നമ്മളുടെ ഹാബിറ്റ്, നമ്മളുടെ ശീലങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെ, ആ പ്രക്രിയയ്ക്കാണ് ലേണിംഗ് എന്ന് ക്രോ ആൻഡ് ക്രോ പറയുമ്പോൾ, അടുത്ത ഡെഫിനിഷനിൽ EAPയിൽ പറയുന്നു ലേണിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ചേഞ്ച് in the individual which take place as a result of the environmental change. Clear ആയി? ഇവിടെ ഒരു അഡാപ്റ്റേഷൻ പാർട്ടാണ് പറയുന്നത്. ഇപ്പോൾ if there any changes is taking place in the environment, the individual is also supposed to adapt with that, right? അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ചേഞ്ചസിനെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇൻഡിവിജ്വൽ നീഡ്സ് ടു ബി ചേഞ്ച്ഡ് അല്ലേ? ആ ചേഞ്ചിനെയാണ് യഥാർത്ഥത്തിൽ ലേണിംഗ് എന്നാണ് EAPയിൽ പറയുന്നത്. ക്ലോസ്മിയറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് the process which leads to some behavioral change as a result of some experience, training, observation, activity. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്ന ബിഹേവിയറൽ ചേഞ്ച് ആണ് ആസ് എ റിസൾട്ട് ഓഫ് സം എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ്, ഒബ്സർവേഷൻ, ആക്ടിവിറ്റി, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസിലേക്ക് നയിക്കുന്ന പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഓർക്കുക, ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ചേഞ്ചസ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. ക്ലിയർ ആയോ? ഒരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു ചേഞ്ച്. ഒരു വ്യക്തിയെ എക്വിപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു ചേഞ്ച്, മാറ്റുവാനായിട്ട് അല്ലെ സ്വയം മാറുവാനായിട്ട് എക്വിപ്പ് ചെയ്യുന്നു. ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകാനായിട്ട് എക്വിപ്പ് ചെയ്യുന്നു. എന്തിനോടനുസൃതമായിട്ട്? ആസ് പെർ ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, അല്ല ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. മനസ്സിലായോ? ഒരു എൻവയോൺമെൻറ്റിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് മാറാനായിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന പ്രക്രിയ ഏതാണോ അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നേച്ചർ ഓഫ് ലേണിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് എ പ്രോസസ്, നോട്ട് എ പ്രോഡക്റ്റ്. ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. ഒരിക്കലും ഇതിനെ ഒരു പ്രോഡക്റ്റ്, ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണരുത്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിരിക്കണം. ഇപ്പോൾ അത് വീണ്ടും നമ്മൾ ആവർത്തിക്കപ്പെടണം. ശരിയല്ലേ? അപ്പോൾ പ്രോസസ്സ് ആകുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേഷൻസ് എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺസ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ചസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇറ്റ്സ് എ പ്രോസസ്, നോട്ട് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ there are chances for updations. മനസ്സിലായോ? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഓൾട്ടറേഷൻസ് ആൻഡ് അപ്ഡേഷൻസ് എല്ലാം അവിടെ ടേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പറയുന്നു ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ദോസ് എക്സ്പീരിയൻസസ് ആൻഡ് ട്രെയിനിങ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ഹോം ടു ടോം. അല്ലേ? എങ്ങനെയാണ് ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? അവിടെ എല്ലാ എക്സ്പീരിയൻസും, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മുന്നിലേക്ക് വന്നു ചേരുന്ന എല്ലാ എക്സ്പീരിയൻസും, അവൻ്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ലൈഫിൽ വന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, അത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ലേണിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് പ്രൊഡ്യൂസസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മൾ പറഞ്ഞു ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈഡഡ് അല്ല, അതല്ല ഒരു സൈഡിലേക്ക് മാത്രം പോകുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് രണ്ട് സൈഡിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള ലേണിംഗ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ലേണിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇറ്റ് പ്രിപ്പയർസ് എ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ആൻഡ് ടു അഡാപ്റ്റ്. അപ്പോൾ ലേണിംഗ് എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നത്? നമ്മളെ ഒരു തവണ നമുക്ക് ഒരു സിറ്റുവേഷൻ കണ്ടു, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ വീണ്ടും സിമിലർ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വി ആർ ലേൺഡ് ടു റെസ്പോണ്ട് ടു ദാറ്റ് ചേഞ്ചസ്. മനസ്സിലായോ? ആ ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ലേൺഡ് ആണ്. വേറെ സിറ്റുവേഷനിൽ ഇത് വന്നാൽ നമ്മൾ ഈ സെയിം ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഇൻഡിവിജ്വലിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പർപ്പസ്ഫുൾ ആണ്. ലേണിങ്ങിന് ഒരു ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ട്. എന്താണ്? നമ്മളുടെ ഈഗോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക.
പറഞ്ഞാൽ മനസ്സിലായി. നമുക്ക് ഹർട്ട് ഓർ ഡിസോർഗനൈസേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അത് പർപ്പസ്ഫുള്ളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ശരിയല്ലേ? ആൻഡ് ഗോൾ ഓറിയൻറ്റഡ്. നമ്മളെല്ലാം ലൈഫിൽ ഓരോരോ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മോട്ടീവ്സ്, നീഡ്സ്, ഡ്രൈവ്സിനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ലൈഫ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. ഏത് ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും അതിൻ്റെ പുറകിൽ ഒരു നീഡ്, ഡ്രൈവ്, മോട്ടീവ് ഉണ്ട്. അപ്പം നമ്മൾ വളരെ പർപ്പസ്ഫുള്ളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലാത്തവയെ നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ്. ഇറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ദ ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം ഏതൊക്കെ ഡൊമൈൻസ് ആണെന്ന്. കൊഗ്നിറ്റീവ്, കൊണേറ്റീവ്, അഫക്റ്റീവ്. ഈ കാര്യങ്ങളിലെല്ലാം, എല്ലാ കാര്യങ്ങളിലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ലേണിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലേ? നമ്മൾ കൊഗ്നിറ്റീവാണ്. നമുക്ക് ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെ പറ്റിയിട്ട്. എന്തൊക്കെ അഡാപ്റ്റേഷനാണ് ടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ വരണം നമ്മൾ ചിന്തിക്കണം. അഫക്റ്റീവ്, നമ്മളുടെ മൂഡിനെ അത് വളരെ കൃത്യമായിട്ട് അതിനനുസരിച്ച് മാറുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സെഷൻ ഇതിൽ തന്നെ പഠിക്കാം, അടുത്ത പാർട്ടിൽ പഠിക്കാം. ദെൻ കൊണേറ്റീവ്, എല്ലാ കാര്യമുണ്ട്, ഓരോ ആക്ഷൻ കമ്പണൻ്റ് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു മോട്ടോർ സ്കിൽ അവിടെ വേണം. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂസ്. ഇത് യൂണിവേഴ്സലാണ്, കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു, പ്രോസസ്സ് പറഞ്ഞു, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. നമ്മൾ ഒരു പെർട്ടിക്കുലർ റേസിലോ ഒരു കാസ്റ്റിലോ കൾച്ചറിലോ ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു കൺട്രിയിലോ മാത്രം നടക്കുന്നതല്ല. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ലേണിംഗ് ഉണ്ട്. ക്ലിയറായോ? മനുഷ്യൻ എന്നല്ല, ഏത് ജീവജാലങ്ങൾ, ആനിമേറ്റ് ഒബ്ജക്റ്റ് എവിടെയുണ്ടോ അവിടെയെല്ലാം ലേണിംഗ് ടേക്ക് പ്ലേസസ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ഫ്രം സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. വളരെ കൃത്യമാണ്. നമുക്കറിയാം, അല്ലേ? നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച ലേണിംഗ് വി വിൽ ട്രാൻസ്ഫർ ടു അനദർ സിറ്റുവേഷൻ വെൻ വി എൻകൗണ്ടർ ദ സിമിലർ സിറ്റുവേഷൻ. മനസ്സിലായോ? നമുക്ക് സെയിം സ്റ്റിമുലസുകൾ വരികയാണ്, സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ലേണിങ്ങിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ലേറ്റർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് മനസ്സിരുത്തി പോയേക്കുക. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും വളരെയധികം ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലായി? നമ്മൾ ലേണിങ്ങിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലേ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്, ഫിസിക്കൽ ഗ്രോത്ത് ആണ്. അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കണം. ഓരോ സമയത്തും നമുക്ക് വേണ്ട ഒരു അഡാപ്റ്റബിലിറ്റി നമുക്ക് ഉണ്ടാവണം എൻവയോൺമെൻറ്റിൽ. അപ്പോൾ അവിടെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? പ്രൊമോട്ട്സ് ബാലൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ലേണിംഗ് കൊണ്ടാണ് നമുക്കൊരു ബാലൻസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്ത് ചെയ്യരുത്, ഏത് സ്ഥലത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഏത് സ്ഥലത്ത് മച്ചുറാകണം, സോഷ്യലി അല്ലെ മോറലി റെസ്പോൺസിബിളായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എല്ലാം പഠിപ്പിക്കുന്ന ആരാണ്? ലേണിംഗ് ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് ബാലൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ലേണിംഗ്. ഏതൊക്കെ ടൈപ്പ് ലേണിങ്ങുകളുണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ മോട്ടോർ ലേണിംഗ് ആണ്. മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ലൈക്ക് വാക്കിംഗ്, റണ്ണിംഗ്, ഡ്രൈവിംഗ് എക്സെട്ര മസ്റ്റ് ബി ലേൺ ഫോർ എൻഷുറിങ് എ ഗുഡ് ലൈഫ്. ദീസ് ആക്ടിവിറ്റീസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻവോൾവ് മസ്കുലാർ കോർഡിനേഷൻ. നമുക്കറിയാം മോട്ടോർ ലേണിങ്ങിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മസ്കുലാർ കോർഡിനേഷൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പഠിക്കുന്നതിനെ ശരിക്കും മോട്ടോർ ലേണിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് നടക്കാൻ പഠിക്കുക, കുഞ്ഞുങ്ങളാകുമ്പോൾ സ്വിമ്മ് ചെയ്യുക, അങ്ങനെ പിയാനോ വായിക്കാൻ പഠിക്കുക, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതെല്ലാം മോട്ടോർ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനസ്സിലായോ? നമ്മളുടെ എന്താ പറയുന്നത്, വളരെ കൃത്യമായിട്ട് മസ്കുലാർ കോർഡിനേഷൻ വേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ മോട്ടോർ ലേണിംഗ് ആണത്. മനസ്സിലായോ? എന്ത് ആക്ടിവിറ്റി ചെയ്യണം മസ്കുലാർ കോർഡിനേഷൻ. നമ്മൾ ഐ ഹാൻഡ് കോർഡിനേഷനൊക്കെ പഠിക്കാറില്ലേ? നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കുട്ടി അന്നേരം തന്നെ എഴുന്നേറ്റ് നിൽക്കാറോ നടക്കാറോ ഓടാറോ ഇല്ല, അല്ലേ? അവൻ ലേൺ ചെയ്യുകയാണ്. അതാണ് ശരിക്കും മോട്ടോർ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെർബൽ ലേണിംഗ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ലാംഗ്വേജ് വിച്ച് വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വേരിയസ് അതർ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സിംബൽസ്, വേർഡ്സ്, ലാംഗ്വേജ്, സൗണ്ട്സ്, ഫിഗേഴ്സ് ആൻഡ് സൈൻസ്. ഇവിടെ വെർബൽ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിൻ്റെ ബേസിൽ നമ്മളുള്ള ലേണിങ്ങിനെയാണ് നമുക്ക് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾസ് പഠിക്കണം, അല്ലേ? വേർഡ്സ് പഠിക്കണം, അല്ലേ? നമ്മൾ വേർഡ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കണം, സിമ്പിൾസ് പഠിക്കണം, ലാംഗ്വേജ് പഠിക്കണം, സൗണ്ട്സ്, ഫിഗേഴ്സ്. നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലേണിങ്ങിനെയാണ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സംഭവം എന്താ പറയുന്നത്, ഒരു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ആ ലോകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുന്നത് ശരിക്കും ഇൻ്റലിജൻസ്, തിങ്കിങ്, റീസണിങ് ഇതെല്ലാം ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള ലേണിംഗ് ആണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
which we learn right from our childhood. Concept learning involves a process of abstraction and generalization. ഇവിടെയാണ് പോയിന്റ് കേട്ടോ, abstraction and generalization which is very useful for identifying and recognizing things. നമുക്ക് abstract കോൺസെപ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു പഠനം, അതിനെ ജനറലൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ശരിക്കും കോൺസെപ്റ്റ് ലേണിങ്ങിലൂടെയാണ്. നമുക്ക് കുറച്ചും കൂടി ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, അത് ശരിക്കും പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ്. നമുക്കറിയാം ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിനൊരു റെസ്പോൺസും ഉണ്ടാകും. അങ്ങനെയുള്ള ലേണിങ്ങിനെയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. കണ്ടീഷനിങ്, ലേണിംഗ് ബൈ കണ്ടീഷനിങ് ആണ് ശരിക്കും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഉണ്ട് ഇവിടെ. ശരിക്കും ലേണിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അതാണ്. ക്ലാസിക്കൽ ഒരു പ്രിൻസിപ്പിൾ അല്ലെ ക്ലാസിക്കൽ എക്സ്പെരിമെൻ്റ് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ട് പാവ്ലോവിൻ്റെ. നമുക്കത് പഠിക്കാം, ഇവിടെ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ബൈ കണ്ടീഷനിങ്, ലേണിംഗ് ഒക്കെ ബൈ കണ്ടീഷനിങ് ഓഫ് എ റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ ത്രൂ ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേഷൻ, അസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രോസസ് ഓഫ് സ്റ്റിമുലസ് അസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു സ്റ്റിമുലസിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് നമുക്കുണ്ടാകും. ഓരോ സ്റ്റിമുലസ്, തീ വരുമ്പോൾ നമ്മളുടെ കൈ വലിക്കും അല്ലേ, വേദന അല്ലെങ്കിൽ പൊള്ളൽ, ഒരു സംഭവം നമ്മളുടെ മനസ്സിലാകും. അപ്പോൾ സ്റ്റിമുലസ് തീയാണ്, അതിൻ്റെ റെസ്പോൺസാണ് നമ്മളുടെ ഒരു അവേർഷൻ അല്ലെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ള പഠനങ്ങളെയാണ് ശരിക്കും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ ഒരു അസോസിയേഷനാണ്, സ്റ്റിമുലസിൻ്റെ അസോസിയേഷൻ ടു ദാറ്റ് പെയിൻ, മനസ്സിലായോ, അല്ലെങ്കിൽ ദാറ്റ് എന്താ പറയുന്നത്, അങ്ങനെ ഒരു സെൻസേഷൻ, ആ പഠിക്കുന്നതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ, ഒരു സ്റ്റിമുലസിനനുസരിച്ചിട്ട് ഒരു റെസ്പോൺസ് നമുക്കുണ്ടാവും, അതിനെ പറ്റിയിട്ടുള്ള പഠനം അല്ലെ, അങ്ങനെയുള്ള ലേണിംഗ് ആണ് ശരിക്കും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലേറ്റർ നമുക്ക് പഠിക്കാം അതിനെ പറ്റിയിട്ട്. ടൈപ്സ് ഓഫ് ലേണിംഗിൽ അടുത്ത് വന്ന് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. ടൈപ്സ് ഓഫ് ലേണിംഗിൽ അടുത്ത് വരുന്ന ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. ലേണിംഗ് വിച്ച് ഡിസ്റ്റിങ്യൂഷസ് ബിറ്റ്വീൻ വേരിയസ് സ്റ്റിമുലൈ with its appropriate and different responses is regarded as ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്റ്റിമുലസ്. നമുക്കറിയാം പല സ്റ്റിമുലസുകളും നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്, ശരിയല്ലേ? അതിനെയെല്ലാം നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്താണ് നമ്മൾ അതിനനുസരിച്ചുള്ള റെസ്പോൺസസ് കൊടുക്കുന്നത്. അവിടെ ലേണിംഗ് കമ്പണൻറ്റ് വരുന്നുണ്ട്. അതാണ് ശരിക്കും ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റിമുലസിനെയും വളരെ കൃത്യമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉള്ള ലേണിങ്ങിനെയാണ് ശരിക്കും ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് വിച്ച് distinguishes between various stimuli. Okay, distinguish ചെയ്യുന്നുണ്ട്. with its appropriate and different responses is regarded as discriminational stimuli. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ദെൻ പെയ്ഡ് അസോസിയേറ്റ് ലേണിംഗ് ബൈ എ റീസൺ ഓഫ് അസോസിയേഷൻ. നമ്മൾ പെയ്ഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ കുറേ ചെറിയ സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ നമ്മളുടെ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകളുണ്ട്, ഹെൻറി ഫയോളുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, അങ്ങനെയുള്ള കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പോസ്റ്റ് ഡി കോർബ് എന്ന് പറഞ്ഞ ലൂതർ ഗള്ളിക്കിൻ്റെയാണ് കേട്ടോ. ലൂതർ ഗള്ളിക്കിൻ്റെ തിയറിയാണത്, പോസ്റ്റ് ഡി കോർബ് തിയറി. അപ്പോൾ അതിന് നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ് എന്ന് പറയുന്നത് മൊത്തമല്ല പറയുന്നതല്ല, നമ്മൾ പോസ്റ്റ് ഡി കോർബ് എന്ന്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെ പി, ഓർഗനൈസിങ്ങിൻ്റെ ഒ, അങ്ങനെ എടുത്തിട്ട് പോസ്റ്റ് ഡി കോർബ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ശരിക്കും ലേണിംഗ് ബൈ അസോസിയേഷനിൽ വരുന്നതാണ്, അല്ല പെയ്ഡ് അസോസിയേഷനിൽ വരുന്നതാണ്. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു ഓരോ സിമ്പിൾസിനെ, അതിനെ ഓരോ വേർഡുകളെ അതിൻ്റെ എക്സാക്റ്റ്, ഇപ്പോൾ പ്ലാനിങ്ങിന് പി, അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അതാണ് വരുന്നത്. ഓക്കെ, അതല്ല നമ്മളിപ്പോൾ ഇയറുകൾ ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ പല ഇൻസിഡൻറ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ. അതെല്ലാം ആണ് പെയ്ഡ് അസോസിയേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾസ്, നേരത്തെ സൂചിപ്പിച്ച തന്നെ നമ്മളുടെ കുറേയേറെ പ്രിൻസിപ്പിൾസ്, നമ്മൾ കുറേ വാല്യൂസ് ഉണ്ട്, വാല്യൂസിൻ്റെ ബേസിൽ കുറേ വാല്യൂ അഡീഷൻസും അതിൻ്റെ ബേസിൽ തിയറികളും പ്രിൻസിപ്പിളുകളും ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളുകളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലേണിംഗ്, പ്രിൻസിപ്പിൾ ബേസ്ഡ് ലേണിങ്ങിനെയാണ് ശരിക്കും ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കോൺസെപ്റ്റ്, രണ്ടോ അതിലധികം കോൺസെപ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ. ഓൾറെഡി ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ലേണിംഗ് ആണ് ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Then attitude learning. Attitude shapes our behavior to a very great extent, as our positive or negative behavior is based on the
ബേസ്ഡ് ഓൺ അവർ ആറ്റിറ്റ്യൂഡ് പ്രീഡിസ്പോസിഷൻ, ആറ്റിറ്റ്യൂഡിനൽ പ്രീഡിസ്പോസിഷൻ. നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് ആറ്റിറ്റ്യൂഡിനൽ പ്രീഡിസ്പോസിഷൻസ് ഉണ്ട്, വളരെ കൃത്യമായിട്ടുള്ള. മനസ്സിലായി? അതെങ്ങനെയാണ് വരുന്നത്? ആ പ്രീഡിസ്പോസിഷൻ ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ ലേണിങ്ങിലൂടെയാണ്. നമ്മൾ ഓരോരോ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് പാറ്റേണും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത്തരം പഠനങ്ങളെയാണ് ശരിക്കും ആറ്റിറ്റ്യൂഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ദെൻ പെർസെപ്ഷൻ ലേണിംഗ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സെൻസ് ഓർഗൻസ് ഉണ്ട്, വിഷ്വൽ, ഓഡിറ്ററി, കെനസ്തെറ്റിക്, ടാക്റ്റൈൽ, അങ്ങനെയുള്ള നമ്മളുടെ സെൻസ് ഓർഗൻ ഉണ്ട്. അതുവഴിയുള്ള പഠനമാണ് ശരിക്കും പെർസെപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള മൂവീസ്, വീഡിയോസ്, അല്ലെ പ്രസൻറ്റേഷനുകൾ, നമ്മളിപ്പോൾ കാണുന്ന യൂട്യൂബ് ലെക്ചറുകൾ പോലും ഒരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി രണ്ട് സംഭവങ്ങളും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ലേണിങ്ങിലാണ് വരുന്നത്. അപ്പോൾ പെർസെപ്ഷൻ ലേണിംഗ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ സെൻസ് ഓർഗൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ദെൻ പ്രോബ്ലം സോൾവിങ് ലേണിംഗ്, ഹയർ ഓർഡർ ലേണിംഗ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. നമുക്കറിയാം പ്രിൻസിപ്പിൾ ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പിളുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഒരു സോഷ്യൽ ഇഷ്യൂ വരുവാണെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിളിനെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ലേണിങ്ങിന് ഒരു ഹയർ ഓർഡർ ലേണിംഗ്, അവിടെ കോഗ്നിറ്റീവ് പ്രോസസ്സും കൂടി ആവശ്യമായിട്ടുള്ള അത്തരം ലേണിങ്ങിനെയാണ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ഹയർ ഓർഡർ ലേണിംഗ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നമുക്ക് ഓസോൺ പാളിയിൽ, നമ്മൾ റീസെൻ്റ്ലി കേട്ടാണ്, 2 ആഴ്ചയോളം മുമ്പ് ഓസോൺ പാളിയിൽ ഉണ്ടായിരുന്ന വലിയൊരു എന്താ പറയുന്ന ഒരു ഹോള് അടഞ്ഞു പോയി എന്ന് കേട്ടു, അല്ലേ? എങ്ങനെയാണ് ഓസോൺ പാളിയിലുണ്ടായ ഹോള് അടഞ്ഞു പോയത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഉപയോഗിക്കുക. ഇവിടെ എന്താ പറയുന്നത്, CFC ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നു നമ്മളുടെ എന്താ പറയുന്നത് ഇലക്ട്രോണിക്, അല്ലെ TV, ഫ്രിഡ്ജ് പോലെയുള്ളതിൽ നിന്ന് CFC വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ വേസ്റ്റുകളിൽ നിന്ന്, അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതിൽ നിന്നെല്ലാം CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ വരുന്നുണ്ടായിരുന്നു. അതാണ് ഓസോൺ പാളിയിൽ ഹോൾ ഉണ്ടാക്കിയത്, അല്ലേ? അത് കുറഞ്ഞു, ലോക്ക്ഡൗണിലായപ്പോൾ അത് മൊത്തത്തിൽ കുറഞ്ഞു. അപ്പോൾ പ്രകൃതി ഇറ്റ്സെൽഫ് അതിനെ ഹീൽ ചെയ്ത ഓസോണിലെ ആ വിള്ളൽ അടച്ചു. ഓക്കെ. ഇതിലൊരു തിയറി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ശരിക്കും ഒരു ഇക്കണോമിക് തിയറിയാണ്, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ഇതാണ്. നേച്ചറിന് മനുഷ്യൻ്റെ അട്രോസിറ്റീസ് കൂടി വരുമ്പോൾ, അല്ലെ നേച്ചറിന് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ മനുഷ്യവാസമായി കഴിയുമ്പോൾ അതിന് സ്വയം ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ്, അല്ലെ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ അങ്ങനെ പ്രകൃതി സ്വയം ഉണ്ടാക്കുന്നതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അങ്ങനെ നമുക്കൊന്ന് കൂട്ടി വായിച്ചാൽ, ഇവിടെ ഓസോണിലുണ്ടായ ആ വിള്ളലിനെ അടച്ചത് പ്രകൃതി സ്വയം ഹീൽ ചെയ്താണ്. നമുക്ക് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ വെച്ച് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടത്തുന്ന പ്രോസസ്സാണ് ശരിക്കും പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ സംഭവം, ഹയർ ഓർഡർ ലേണിംഗ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. മനസ്സിലായോ? നമ്മളൊരു റീസൺ ഫൈൻഡ് ചെയ്യുകയാണ് നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് എല്ലാത്തിനും. അങ്ങനെ പഠിക്കുന്നതിനാണ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്നുകൊണ്ട് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കണം. അതിൻ്റെ അകത്ത് മെയിനായിട്ടും ആദ്യമേ വരുന്നത് ലേണർ ആണ്. ഒന്നാമത്തത് ഒരു പഠിക്കുന്ന വ്യക്തിയുണ്ട്, ശരിയല്ലേ? ഒരു ലേണറുണ്ട് ലേണിംഗ് പ്രോസസ്സിൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് അവിടെ നടക്കുന്നുണ്ട്, ലേണർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അതാണ് രണ്ടാമത്തെ കാര്യം, എക്സ്പീരിയൻസ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. മനസ്സിലായോ? എന്തൊക്കെ റിസോഴ്സസ് കൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എന്നാണ്. അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഒന്നാമത്തെ ലേണറാണ്. ഇവിടെ ആ ലേണറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൂസ് ബിഹേവിയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച്. ആരുടെ ബിഹേവിയർ ആണോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അല്ല ചേഞ്ച് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന അയാളാണ് ലേണർ, ശരിയല്ലേ? ആ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തി മനുഷ്യനാണ്, അല്ലെങ്കിൽ മൃഗമോ ആരും ആയിക്കോട്ടെ, അതാണ് ലേണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്, ദ പ്രോസസ് ദാറ്റ് ഇനീഷ്യേറ്റ് ചേഞ്ച്. ഏത് പ്രോസസ്സാണോ ഈ ചേഞ്ചിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അതിനെയാണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റിസോഴ്സസ് ആണ് മെൻ ആൻഡ് മെറ്റീരിയൽ. എന്തും ആകാം, എന്തൊക്കെ
സംഭവങ്ങളാണോ ഈ ചേഞ്ചിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതെല്ലാമാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ലേണർ. അപ്പം നമ്മൾ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ലേണർ. ഒന്നാമത്തെ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദി ലേണർ, രണ്ടാമത്തെ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി ലേണർ. നമുക്കറിയാം, നമ്മൾ ഫിസിക്കലി മെൻ്റലി ഓക്കെ അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മളോട് എന്താ പറയുന്നത്, ഒരു ലേണിങ് പോസിബിൾ ആവുമോ നമുക്കിടയിൽ? നിങ്ങൾ ഓർക്കുക, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ലേണർ. ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇത് പോസിബിൾ അല്ല, ലേണിംഗ് പോസിബിൾ അല്ല. ദെൻ ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഓഫ് യുണീക്നെസ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ യുണീക്നെസ് ഉണ്ട് നമുക്ക്. ഓരോ വ്യക്തിയും അയാളുടെ പൊട്ടൻഷ്യൽ എബിലിറ്റീസ് കേപ്പബിലിറ്റീസിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ വ്യത്യാസങ്ങളും അയാളുടെ ലേണിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോൾ ഈ യൂട്യൂബ് ലെക്ചർ നിങ്ങൾക്ക് തരുമ്പോൾ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട്? ഇവരുടെ എല്ലാം എക്സാമിനേഷൻ്റെ ഗ്രേഡുകൾ സെയിം അല്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപ്ചറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണലൈസിങ്ങിനുള്ള കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്, പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടാകും. ക്ലിയർ ആയോ? ദ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്കലി ഫിറ്റ് അല്ല, മെൻ്റലി ഫിറ്റ് അല്ല, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് സംഭവം ഇഷ്യൂസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പൊട്ടൻഷ്യലിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മോട്ടിവേഷൻ, ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഹൗ മച്ച് വി ആർ മോട്ടിവേറ്റഡ് ടു ലേൺ എ പെർട്ടിക്കുലർ തിങ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ പരിശ്രമിച്ചിടുകിൽ എന്തിനേയും പറഞ്ഞിട്ടില്ലേ, വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ചത് ഈശ്വരൻ. എവിടെയോ കേട്ട് മറന്ന ഒരു കവിതാ ശകലാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എന്തിനേയും നമുക്ക് എന്താ പറയുന്നത്, കയ്യിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ സാധിച്ചെടുക്കാൻ പറ്റുന്ന പോലെ ദീർഘങ്ങളാം കരങ്ങൾ നൽകി. അത് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അത്രയും എബിലിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതെന്ന് പറഞ്ഞാൽ. ദൈവം ഉണ്ടോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. എനിവേ, അങ്ങനെ ഒരു ഇതിൽ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്ന അയാളുടെ മോട്ടിവേഷനെ പറ്റിയിട്ടാണ്. മോട്ടിവേഷൻ അനുസരിച്ച് അതിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും, ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. നല്ലപോലെ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ലേണിങ്ങും പോസിറ്റീവായിട്ട് നിൽക്കും, ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. നല്ലതുപോലെ മോട്ടിവേറ്റഡ് ആണെങ്കിൽ നല്ലതുപോലെ ലേണിംഗ് നടക്കും, മോട്ടിവേഷൻ കുറവാണെങ്കിൽ ലേണിങ്ങിലും കുറവുണ്ടാകും. ഓക്കെ, ഗോൾസ് ഓഫ് ലൈഫ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫിൽ ഓരോരോ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളുടെ ഡെവലപ്മെൻറ്റിലേക്കുള്ള മൈൽ സ്റ്റോൺസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ മൈൽ സ്റ്റോൺസിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഗോൾസ് ഓഫ് ലൈഫ് അതിനനുസരിച്ച് നമ്മളുടെ ലേണിംഗ് പാറ്റേണിലും ലേണിങ്ങിൻ്റെ കണ്ടൻറ്റിലും വ്യത്യാസം. നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗോൾസ് ഓഫ് ലൈഫിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. റെഡിനെസ് ആൻഡ് വിൽ പവർ, എത്രമാത്രം നമ്മൾ പ്രിപ്പയർഡ് എന്താ പറയുന്നത്, നമ്മൾ കോഡിയലാണ് ടുവേർഡ്സ് ലേണിംഗ് എന്നുള്ളതാണ് റെഡിനെസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ വിൽ പവർ, എത്രമാത്രം നമ്മളിത് പഠിക്കണം എന്നുള്ള ഒരു ശ്രദ്ധ വരുന്നു അല്ലേ? മോട്ടിവേഷൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് അപ്ലൈഡ് ലെവലിലാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫാക്ടേഴ്സ് അതിനനുസരിച്ചിട്ടും ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടാകും. മച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലുണ്ട്, ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലേണിങ്ങും ചെയ്തു പോകുന്നത്. ഓർക്കുക, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ കായ് ഖ ഗായ് ഖ ങ പഠിച്ചെങ്ങനെയാണ്? കായ്ക്ക ങ, ചായ്ച്ച ടായ്ട്ടണ്ണ, തായ്ത്തന്ന, പായ്പ എല്ലാം പായ്പയാണ് പഠിച്ചത് അല്ലേ? നമ്മൾ ലേറ്റർ പഠിച്ചില്ലേ? നമുക്ക് മച്യൂർഡ് ആയി കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് വന്ന് പ ഭ ബ ഫ മ ഭ അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മച്യൂറേഷൻ അനുസരിച്ച് നമ്മളുടെ ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി മച്യൂറേഷൻ്റെ കാര്യം കുറച്ചും കൂടി ക്ലിയർ ആക്കാം. ഫിസിക്കൽ മച്യൂരിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട്. ഫിസിക്കൽ മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യക്തി അങ്ങനെ ഫിസിക്കൽ മച്യൂരിറ്റിയുടെ കാര്യം വേണമെങ്കിൽ നമുക്കറിയാം, നമുക്കെടുക്കാം. അതെടുക്കുമ്പോൾ പോലും എന്താ പറയുക, നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി വേണം, ശരിയല്ലേ? അപ്പോൾ ഫിസിക്കലി മച്യൂർ ആകുമ്പോഴാണ് ഈ എബിലിറ്റി ഉണ്ടാകുന്നത്. ലേണിങ്, അപ്പോൾ നടക്കാനുള്ള ആ ലേണിങ്, ആ പ്രോസസ്സ് പഠിക്കുന്നത് മച്യൂറായി കഴിയുമ്പോഴാണ്. അപ്പോൾ അതും ഇതിനെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദെൻ ഏജ് ഒരു ഫാക്ടറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ
ഓരോ ഏജിനനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്മെൻ്റൽ എന്താ പറയുക മൈൽ സ്റ്റോൺസ് ഉണ്ട്. അത് നടന്നു പോകണമെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് വാർഡുകളിലൊക്കെ കയറുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഏജിനനുസരിച്ചിട്ടുള്ള മൈൽ സ്റ്റോണുകൾ പറഞ്ഞിട്ടുണ്ട്, വെർബലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഓരോ ഏജിനനുസരിച്ചിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പോലും പഠിപ്പിക്കുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. അങ്ങനെയാണ് ഏജ് ഒരു ഫാക്ടർ ആകുന്നത് ലേണിങ്ങിൽ. ക്ലിയർ ആയോ? ദെൻ ഇമോഷൻസ്, നമ്മളുടെ അഫക്റ്റാണ് ശരിക്കും ഒരു ഇമോഷൻ യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്കുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ലേൺ ചെയ്യും. നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ലേണിങ്ങിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകും. ദെൻ ജെൻഡർ. ഇപ്പോൾ ജെൻഡർ നമ്മളിവിടെ ടെസ്റ്റുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സെക്സ് എന്നാണ്. സെക്സ് എന്നുള്ള കാര്യം വിട്ട് കളഞ്ഞത്, കാരണം സെക്സ് പ്യുവർലി ബയോളജിക്കലാണ്. നമ്മളിവിടെ ഒരു സോഷ്യൽ ആസ്പെക്റ്റിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ജെൻഡർ എന്ന് തന്നെ ഇനി എഴുതുക, നിങ്ങളുടെ മച്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ സെക്സ് എന്നുള്ളത് വിട്ടിട്ട് ജെൻഡർ എന്ന് കാണുക. അപ്പോൾ ജെൻഡറിൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. ലേണിങ്ങിലോ എന്ത് കാര്യത്തിലാണെങ്കിലും അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. കോൺസെപ്റ്റുകൾ പഠിക്കാനായിട്ടും അല്ലെങ്കിൽ ലാംഗ്വേജുകൾ പഠിക്കാനും ഒക്കെ വ്യത്യാസമുണ്ടെന്ന് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ജെൻഡർ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലേണിങ്ങിനെ. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിങ്ങിൽ അസോസിയേറ്റഡ് വിത്ത് എക്സ്പീരിയൻസ് ഓർ ലേണിങ് ട്രെയിനിങ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടൻറ്റ്, അതാണ് സംഭവം വരുന്നത്. അവിടെ നേച്ചർ ഓഫ് ദി ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ്, നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകും. മീനിങ് ഓഫ് ദി മെറ്റീരിയൽ, ആ മീനിങ് അതിനനുസരിച്ചിട്ടും അതും സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം മീനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അവിടെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. മീനിങ് അല്ലെങ്കിൽ ആ ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടാകും. ദെൻ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ലെക്ചർ ഞാൻ മാക്സിമം ഒരു 40 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാതെയാണ് കഴിവെന്ന് നിങ്ങൾക്ക് തരുന്നത്. അത് 17 മിനിറ്റ് 20 മിനിറ്റിൽ നിന്ന് വേരിയേഷൻ ടു 40 മിനിറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് ആലോചിക്കുക, ഞാനൊരു 3 മണിക്കൂറത്തെ ഒരു യൂട്യൂബ് ലെക്ചറായിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മളുടെ മെറ്റീരിയൽ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ലെന്തിനനുസരിച്ചിട്ട് നമ്മുടെ ലേണിംഗ് പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകും. ദെൻ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് റിസോഴ്സസ്, അത് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ്. ഇപ്പം ദെൻ അവൈലബിലിറ്റി ഓഫ് ലേണിംഗ് മെറ്റീരിയൽ, കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ട്രെയിനിങ് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരാൻ പറ്റുന്ന വിധത്തിലുള്ള ട്രെയിനിങ് ആണ്. ആപ്റ്റായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് ലേൺ ചെയ്യും. ശരിയല്ലേ? പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്താ പറയുന്നത് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ടും ബുദ്ധിമുട്ടാണ്. ലേണിങ്ങിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ദെൻ അവൈലബിലിറ്റി ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ്, നമുക്കറിയാം ഇപ്പോൾ ഈ ലേണിംഗ് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോ ചാർട്ടുകൾ സംഭവങ്ങളൊക്കെയാണ് ശരിക്കും ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈവൻ നമ്മളുടെ എന്താ പറയുന്നത് പ്രൊജക്ഷൻ ടെക്നിക്സിലെ എന്താ പറയുന്നത് ഈ OHPO അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് എന്ത് കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, അതായത് ലേണിംഗ് എയ്ഡ്സ് ഉണ്ട്, അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ലേണിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. അതുവഴി പഠിക്കുന്നത് പോലെയല്ല നമ്മൾ സാധാരണ വെറുതെ ഒരു ഫേസ് ടു ഫേസ് ലെക്ചർ വഴി പഠിക്കുന്നത്, അതിൽ വ്യത്യാസം ഉണ്ടാകും. ദെൻ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്, അവിടെ നിന്ന് പറയുന്നത് ശരിക്കും ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലേണിംഗ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഒത്തിരി ഡിസ്ട്രാക്ഷനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അവിടെ ലേണിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ലൈറ്റിംഗ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ്, നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ട് പലപ്പോഴും എന്താ പറയുന്നത് ഫാൻ ഇല്ലാത്ത സമയത്ത് ടീച്ചിങ് എന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റും ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് റിസോഴ്സസ് പാർട്ടിൽ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ കുറേ ലോസ് ഉണ്ട് ലേണിങ്ങിനെ പറ്റിയിട്ട്. വലിയ കാര്യമായിട്ട് നിങ്ങൾ വലിയ പ്രശ്നമായിട്ട് ചിന്തിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പറയാം. ഒന്നാമത്തെ ലോ ഓഫ് റെഡിനെസ് ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് പറഞ്ഞില്ല അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ്. നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. പ്രിപ്പറേറ്ററി ആറ്റിറ്റ്യൂഡ് ഓൺ an appropriate mindset or an appropriate mindset, നമുക്കൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പ്രിപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വൈസ് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞാൽ റെസ്പോൺസ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റെഡിനെസ് ഓഫ് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ. നമ്മൾ പറഞ്ഞു
സിമ്പതറ്റിക് ആൻഡ് പാരസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ. നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസ്, അതിൽ നിന്ന് റെസ്പോൺസുകൾ ഉണ്ടാക്കുന്ന ഇവയാണ് അല്ലേ. റെസ്പോൺസുകൾ ഉണ്ടായെങ്കിൽ അതിനെ സ്വാന്തനിപ്പിക്കുന്നതിനെല്ലാം നമുക്ക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ റെഡിനെസ്സിനനുസരിച്ച് നമ്മുടെ ലേണിങ്ങിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ലോ ഓഫ് റെഡിനെസ് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ ലോ ഓഫ് ഇഫക്റ്റ് പറയുന്നു. Responses that produce a satisfying effect in a particular situation became more likely to occur again in the situation and vice versa. ഇത്രേ ഉള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, റെസ്പോൺസസുകൾ തരുന്ന കാര്യങ്ങളാണ്, അത് വീണ്ടും 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 ഒക്യൂർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ നെഗറ്റീവ് റെസ്പോൺസസ് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണെങ്കിൽ അത് വളരെ കുറഞ്ഞ രീതിയിലേ ഒക്യൂർ ചെയ്യുള്ളൂ. അതായത് പോസിറ്റീവായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടിയെങ്കിൽ, ഒരു വെൽക്കം എല്ലായിടത്തു നിന്നും കിട്ടിയെങ്കിൽ ആ ബിഹേവിയർ നമ്മൾ വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. നെഗറ്റീവ് ആണെങ്കിൽ അവിടെ അത്രയ്ക്ക് വലിയ നല്ല രീതിയിലുള്ള ഒരു സംഭവം ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കുക. നമ്മൾ വീട്ടിൽ കയറി കുക്ക് ചെയ്യാറുണ്ട് അല്ലേ. നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടായിക്കൊണ്ട് കൊടുക്കുകയാണ്, നല്ല അപ്രീസിയേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഓക്കെ. സിംപ്ലി ലോ ഓഫ് ഇഫക്റ്റ്. ക്ലിയർ ആയോ? അത് ശരിക്കും എഡ്വേർഡ് ത്രോണ്ടിക്കിൻ്റെ പ്രിൻസിപ്പിളാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് വരാം. ത്രോണ്ടിക്കിൻ്റെ എക്സ്പെരിമെൻറ്റും അവരുടെ തിയറി എല്ലാം നമ്മൾ എഡ്വേർഡ് ത്രോണ്ടിക്കിൻ്റെ തിയറി എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് വരാം. ദെൻ ലോ ഓഫ് എക്സസൈസ് ഓർ യൂസ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഒരു കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ലേൺ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതായത് വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ്. നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണ്, അല്ല ഒരു ടൈപ്പ് റൈറ്റർ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കണ്ട, അല്ലാതെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? കീബോർഡ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ലേണിങ് ശരിക്കും അവിടെ ലോ ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ യൂസ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലോയാണ്. ലോ ഓഫ് ഫ്രീക്വൻസി ഇതുമായിട്ട് കുറച്ചും കൂടി അസോസിയേറ്റഡ് ആണ്. ഒരു ദിവസം എത്ര ഫ്രീക്വൻ്റ്ലി നമ്മൾ, അല്ലെ ഒരു സമയത്ത് എത്ര ഫ്രീക്വൻ്റ്ലി നമ്മൾ ഇത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളുടെ കണക്ഷനും അല്ലെ നമുക്ക് ലേണിങ്ങും പോസിബിൾ ആവും. അപ്പോൾ നമുക്ക് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നോ അത്ര സ്ട്രോങ്ങർ ആയിരിക്കും നമ്മളുടെ ലേണിങ്ങും. അതാണ് ശരിക്കും ലോ ഓഫ് ഫ്രീക്വൻസി പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ ലോ ഓഫ് ഡിസ്യൂസ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലേണിംഗ് എളുപ്പമായിരിക്കും. ഡിസ്യൂസ് വീക്കൻസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. നമുക്ക് ലേണിങ്ങിലും അവിടെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ ലോ ഓഫ് റീസൻസി. റീസൻസി പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു എക്സസൈസ്, നമ്മൾ ഈ പഠിച്ച ഒരു ലേണിങ് മോർ റീസെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഇപ്പോൾ അധികം സമയമായില്ല, റീസെൻ്റ് ആയിട്ട് പഠിച്ചാണെങ്കിൽ കണക്ഷൻ സ്ട്രോങ്ങർ ആയിരിക്കും. ആ റീസൻസി കുറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ കണക്ഷനും കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഓർക്കുക, നമ്മൾ പറഞ്ഞു റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ്ലി പറഞ്ഞത് അതുകൊണ്ടാണ്. ഓർക്കുക, നമ്മൾക്ക് പെട്ടെന്ന് ഇപ്പോൾ റീസെൻ്റ്ലി പഠിച്ച കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളും കൂടി ഓർത്തിരിക്കുക. അത് കുറച്ചും കൂടി വളരെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുന്നുണ്ട് പാവ്ലോവിൻ്റെ. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ക്ലിയർ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റിങ്ഷനും സ്പോണ്ടേനിയസ് റിക്കവറി ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം. ഈ സെഷനിൽ തന്നെ വരുന്നുണ്ട് അത് ഓക്കെ. ലേണിങ്ങിൻ്റെ ബാക്കി പാർട്ടുകളിലേക്ക് അത് വരുന്നുണ്ട്. അപ്പം റീസൻസി എന്ന് ഉദ്ദേശിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ ലേണിങ് സ്ട്രോങ്ങർ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇത് കുറയുന്നതിനനുസരിച്ച്, ഇൻറ്റൻസിറ്റി കുറയുന്നതിനനുസരിച്ച് അവിടെ കുറവും സംഭവിക്കും. മനസ്സിലായോ? റീസെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ലേണിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അത് അകന്നു പോകുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഡേയ്സ് മാറുന്നതിനനുസരിച്ച് അതിൽ വീക്കൻ ചെയ്യും. ഓക്കെ. ദെൻ ലോ ഓഫ് പ്രൈമസി നമുക്കറിയാം. ആദ്യം കാണുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാം അറിയാവുന്നവരെയും ഒന്നും അറിയാൻ മേലാത്തവരെയും പഠിപ്പിക്കാൻ എളുപ്പം. പക്ഷേ കുറച്ച് എന്തിനെ പറ്റിയെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഇംപ്രഷൻ. ഞാനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്കൊരു സംഭവം ഒന്നും അറിയില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മളുടെ മനസ്സിലിരിക്കും. ഓക്കെ, അതാണ് ലോ ഓഫ് പ്രൈമസി പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ അട്രാക്ട്സ് അറ്റൻഷൻ ആൻഡ് ലേണിംഗ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ കുറച്ചേ അറിയാവുള്ളൂ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മനസ്സിലിരിക്കുക, ലോ ഓഫ് പ്രൈമസി. ഓക്കെ. ദെൻ ലോ ഓഫ് പർപ്പസ്. ലോ ഓഫ് പർപ്പസ് വന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഗോളിനെ പറ്റി പറഞ്ഞു അല്ലേ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ലോ ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിറ്റ് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുക ഒരു പർപ്പസ് ഉണ്ടാകും നമ്മുടെ ലേണിങ്ങിൽ. അത് ആക്സിലറേറ്റ് ചെയ്യും എന്തിനെ? ലേണിംഗ് പ്രോസസ്സിനെ തന്നെ. ഓക്കെ. ദെൻ ലോ ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞു, ഫാക്ടേഴ്സ് പറഞ്ഞു അസോസിയേഷൻ. അപ്പോൾ അസോസിയേഷൻ
ലേണിങ്ങിനെ കൂടുതൽ നമുക്ക് സ്ട്രോങ് ആക്കും. നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സ്ട്രോങ് ആക്കും. അതാണ് ശരിക്കും ലോ ഓഫ് അസോസിയേഷൻ പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്ന ലോസ് വരുന്നത്. ദെൻ ലേണിങ്ങിൻ്റെ തിയറീസ്, ആ തിയറീസിനെ പറ്റിയിട്ട് യഥാർത്ഥത്തിൽ ഞാൻ വെറുതെ ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. കാരണം ഓരോ ലേണിംഗ് തിയറിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്താണെന്നുള്ളത്. അത് ഞാൻ എന്താ പറയുക, 2-3 തിയറികൾ ഒരുമിച്ച് ഓരോ സ്ലൈഡുകളാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഓരോ ക്ലാസ്സുകളാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ സിലബസ് പ്രകാരം 5 തിയറികളാണ് പഠിക്കാൻ പോകുന്നത്. ആ 5 തിയറികൾ ഞാൻ ജസ്റ്റ് ഒരൊറ്റ വാക്കിൽ പറയുകയാണ്. ഒന്നാമത്തെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു വഴി പോകുന്നു വിചാരിക്കുക. നമ്മൾ മെയ്സുകൾ കണ്ടിട്ടുണ്ട് അതല്ലേ? മെയ്സിൽ നമ്മൾ നേരെ പോകുന്നു, നേരെ പോയിട്ട് വഴി തെറ്റുന്നു, അവിടെ പോകാൻ പറ്റാതെ വരുമ്പം നമ്മൾ റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞു പോകും, ശരിയല്ലേ? അവിടെ പോയിട്ട് അവിടെയും പറ്റുന്നില്ല, വീണ്ടും തിരിച്ചു വന്ന് അടുത്ത വഴി നോക്കി അങ്ങനെ പോയി മാറി പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, വഴി കണ്ടുപിടിച്ച് പോകുക. അത് ശരിക്കും ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ ട്രൈ ചെയ്യുകയാണ്, അത് തെറ്റാന്ന് മനസ്സിലാകും, വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്ന് വീണ്ടും ട്രൈ ചെയ്യുന്നു, ട്രയൽ ചെയ്യുന്നു, എറർ വരുന്നു, എറർ വരുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്ത് വീണ്ടും ട്രയൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റേണലൈസിങ് ദ കറക്റ്റ് റെസ്പോൺസസ് ബൈ എക്സ്ക്ലൂഡിങ് ദ ഇൻകറക്റ്റ് റെസ്പോൺസസ് ത്രൂ ട്രയൽ ആൻഡ് എറർ. വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ സെൻറ്റൻസിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുക, ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇവിടെ ട്രയൽ ആൻഡ് എററിൽ ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻറ്റേർണലൈസിങ് ദ കറക്റ്റ് റെസ്പോൺസസ് ബൈ എക്സ്ക്ലൂഡിങ് ദ ഇൻകറക്റ്റ് റെസ്പോൺസസ് ത്രൂ ട്രയൽ ആൻഡ് എറർ. ഇവിടെ നമുക്ക് ട്രയൽ ആൻഡ് എററിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൃത്യം വഴീനെ കണ്ടുപിടിക്കുകയാണ്, തെറ്റായ വഴികളെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുക, മനസ്സിലായി? എക്സ്ക്ലൂഡ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റേർണലൈസിങ് ദ കറക്റ്റ് റെസ്പോൺസസ്, പോയിൻ്റ് എ. പോയിൻ്റ് ബി പറയുന്നത് ബൈ എക്സ്ക്ലൂഡിങ് ദ കറക്റ്റ് റെസ്പോൺസസ്, മനസ്സിലായോ? ഇൻകറക്റ്റ് റെസ്പോൺസസ് ത്രൂ ട്രയൽ ആൻഡ് എറർ, മനസ്സിലായോ? അപ്പം ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ്, കറക്റ്റ് റെസ്പോൺസസിനെ എങ്ങനെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഇൻകറക്റ്റ് റെസ്പോൺസസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് അസോസിയേഷൻ ഓഫ് ഓർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ട് ലേണിങ്ങിൽ എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സ്റ്റിമുലസിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ആണ് എല്ലാ തവണയും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ലേണിംഗ് ആണ് ശരിക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്നത് സംവാട്ട് സിമിലർ ടു അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് വന്നത്. Learning is a voluntary response which can be strengthened or weakened by favorable and unfavorable consequences. നമുക്കറിയാം ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വോളണ്ടറി റെസ്പോൺസ് ആണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി സ്ട്രെങ്തൻഡ്, അത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ വീക്കൺ ചെയ്യിക്കുക. എങ്ങനെയാണ്? ഫേവറബിളോ അൺഫേവറബിൾ ആയിട്ടുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്ര ഓർക്കുക, സ്ട്രെങ്തനിങ്ങും വീക്കനിങ്ങും നമ്മളെ കൊണ്ട് പോസിബിൾ ആണ്. അതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്നത്. ക്ലിയർ ആയോ? ലേറ്റർ നമുക്ക് പഠിക്കാം ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഒക്കെ കൃത്യമായിട്ട്. ദെൻ ഗസ്റ്റാൾട്ട് തിയറി പറയുന്നത് നമുക്കറിയാം ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണെന്നും എല്ലാം നമുക്കറിയാം. ലേണിംഗ് ഈസ് എ പർപ്പസ്ഫുൾ എക്സ്പ്ലോറേറ്ററി ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ് വിച്ച് റീസ്ട്രക്ചേഴ്സ് ദ ഫീൽഡ് ഓഫ് പെർസെപ്ഷൻ ത്രൂ ഇൻസൈറ്റ്. നമ്മളുടെ പെർസെപ്ഷൻ ഫീൽഡിനെ ഇൻസൈറ്റ് പ്രോപ്പറായിട്ട് കൊടുത്ത് അതിനെ റീസ്ട്രക്ചർ ചെയ്യണം. റീസ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കാണാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കുകയാണ് ഗസ്റ്റാൾട്ട് തിയറിയിൽ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. പറഞ്ഞാൽ മനസ്സിലായോ? ലേണിംഗ് തിയറീസിൽ ഗസ്റ്റാൾട്ട് തിയറി പറയുന്നു ലേണിംഗ് ഈസ് എ പർപ്പസ്ഫുൾ എക്സ്പ്ലോറേറ്ററി ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ് വിച്ച് റീസ്ട്രക്ചേഴ്സ് ദ ഫീൽഡ് ഓഫ് പെർസെപ്ഷൻ ത്രൂ ഇൻസൈറ്റ് കൊടുത്തിട്ട് നമ്മളുടെ പെർസെപ്ഷൻ്റെ ഫീൽഡിനെ റീസ്ട്രക്ചർ ചെയ്യുന്നു, അതുവഴി ലേണിംഗ് പോസിബിൾ ആക്കുന്നു. ക്ലിയർ ആയോ? ദെൻ കൊഗ്നിറ്റീവ് തിയറി നമുക്കറിയാം, സംതിങ് റിലേറ്റഡ് ടു തോട്ട് എന്ന് എപ്പോഴും ഓർക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് മെൻ്റൽ പ്രോസസ്സസ് നോട്ട് ജസ്റ്റ് എ സ്റ്റിമുലസ് റെസ്പോൺസ് റിയാക്ഷൻ. നമ്മളുടെ കൊഗ്നിറ്റീവ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ മാത്രമല്ല എന്നാണ് കൊഗ്നിറ്റീവ് തിയറി പറയുന്നത്. അത് നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിക്കാം. അതുവരെ താങ്ക് യു സോ മച്ച്. ഓക്കെ.